ഹായ് നമസ്കാരം. PSC ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ ഉറപ്പായും മാർക്ക് നേടാൻ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, വിവരാവകാശ നിയമം 2005. ഇനി നമുക്ക് ഈ നിയമത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? എന്താണ് വിവരാവകാശമെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാല്, സർക്കാർ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചോദിച്ചു വാങ്ങാൻ അധികാരം തരുന്ന നിയമമാണിത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. വിവരാവകാശം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. ഇതൊരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ തീയതികൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്സഭ പാസാക്കിയത് മെയ് 11, രാജ്യസഭ തൊട്ടടുത്ത ദിവസം, അതായത് മെയ് 12. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ഒപ്പുവെച്ചത് ജൂൺ 15. പക്ഷേ ഇതിലെല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം ഇതാണ്: നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ്? അത് 2005 ഒക്ടോബർ 12. ഇത് മറക്കാനേ പാടില്ല. ഇനി ചില ഒറ്റ മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ലോകത്ത് ആദ്യമായി ഈ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ഇന്ത്യയിൽ ആദ്യമായി പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. ഈ നിയമത്തിന് മുൻപുണ്ടായിരുന്ന നിയമമാണ് 2002-ലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേരും ഓർത്തുവെക്കുക: മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ. ഈ 4 പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി, ഇനി ഈ നിയമം എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ? ഒരു വിവരാവകാശ അപേക്ഷ നൽകേണ്ട കൃത്യമായ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ അപേക്ഷ നൽകുമ്പോൾ 2 തരം ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഓർത്തിരിക്കണം. ഒന്ന് PIO, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 2 APIO, അഥവാ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. നമുക്ക് മറുപടി നൽകാനുള്ള പ്രധാന ചുമതല PIOക്കാണ്. APIOയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപേക്ഷകൾ സ്വീകരിച്ച് അത് PIOക്ക് കൈമാറുക എന്നതാണ്. അപേക്ഷ കൊടുക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു വെള്ളക്കടലാസിൽ എഴുതി വെറും 10 രൂപ ഫീസ് അടച്ച് കൊടുത്താൽ മതി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ വിവരം എന്ന് നമ്മൾ അവരോട് പറയേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മുടെ അവകാശമാണ്. ഈ സമയപരിധി പരീക്ഷയ്ക്ക് നിർബന്ധമായി പഠിച്ചിരിക്കണം. PIOക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ 30 ദിവസത്തിനകം മറുപടി കിട്ടണം. ഇനി APIO വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 5 ദിവസം കൂടി അധികം കിട്ടും, അതായത് 35 ദിവസം. എന്നാൽ ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നൊരു കാര്യമാണെങ്കിൽ വെറും 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്തു, മറുപടി കിട്ടി. ഇനി ഈ സിസ്റ്റത്തിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന അമ്പയർമാരെ നമുക്ക് പരിചയപ്പെടാം. ആരാണത്? വിവരാവകാശ കമ്മീഷൻ. അതിന്റെ ഘടനയും നിയമനവുമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. കമ്മീഷന്റെ ഘടന ഓർത്തിരിക്കാൻ ഇതാ ഒരു കിടിലൻ കോഡ്: ക്രിക്കറ്റ് ടീം. ഇത് പഠിച്ചുവെച്ചാൽ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം നിങ്ങളിനി ഒരിക്കലും മറക്കില്ല. ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര കളിക്കാരുണ്ട്? 11, അല്ലേ? അതുപോലെ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 11. അപ്പോ ഈ ടീം എങ്ങനെയാണെന്ന് നോക്കൂ. ഒരു ക്യാപ്റ്റൻ, അതാണ് നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അദ്ദേഹത്തെ കൂടാതെ 10ൽ കൂടാത്ത മറ്റ് കമ്മീഷണർമാരുമുണ്ടാകാം. അപ്പോൾ ഒരു ക്യാപ്റ്റനും 10 കളിക്കാരും, ആകെ 11 പേർ. സിമ്പിളല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുണ്ട്. 2019-ൽ ഒരു ഭേദഗതി വന്നു. അതനുസരിച്ച് കമ്മീഷണർമാരുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 3 വർഷമായി കുറച്ചു. നമുക്ക് കിട്ടിയ മറുപടി തൃപ്തികരമല്ലെങ്കിലോ? പേടിക്കണ്ട. ക്രിക്കറ്റിൽ നമ്മൾ തേർഡ് അമ്പയറോട് ചോദിക്കുന്നതുപോലെ നമുക്കും അപ്പീൽ നൽകാൻ അവസരമുണ്ട്. അപ്പീൽ കൊടുക്കുന്നത് 2 ഘട്ടങ്ങളാണ്. ആദ്യത്തെ അപ്പീൽ നമ്മൾ ആർക്കാണോ അപേക്ഷ നൽകിയത് ആ PIOയുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് നൽകേണ്ടത്. അതിന് 30 ദിവസത്തെ സമയമുണ്ട്. ഇനി ആ മറുപടിയിലും തൃപ്തിയില്ലെങ്കിൽ നമുക്ക് 2ാം അപ്പീലുമായി സംസ്ഥാന കമ്മീഷനെയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മീഷനെയോ സമീപിക്കാം. അതിന് 90 ദിവസം വരെ സമയമുണ്ട്. ഇനി ഈ ഉദ്യോഗസ്ഥൻ കൃത്യസമയത്ത് മറുപടി തന്നില്ലെങ്കിലോ? അവർക്ക് പിഴയുണ്ട്. ഒരു ദിവസം 250 രൂപ വീതം, പരമാവധി 25,000 രൂപ വരെ PIOക്ക് പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഫീസിന്റെ കാര്യത്തിലും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. വിവരങ്ങൾ CD-യിലാണ് വേണ്ടതെങ്കിൽ ഫീസ് 50-ൽ നിന്ന് 75 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഈ പുതിയ ഫീസ് നിരക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ നിയമം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം.
നാളെ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാകുമ്പോൾ സദ്ഭരണത്തിന്റെ ഭാഗമാകാൻ ഈ നിയമം നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോ അറിവ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നല്ലൊരു ഭാവിക്കും വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ടോപ്പിക്കുകൾ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് PSC ക്ലാസ് റൂം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിജയത്തിനായി ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ടാകും.